കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിർത്തേണ്ടത് ഏട്ടനാ. മതി സാരി അയൺ ചെയ്തത്. രാവിലെ ഇതിനൊന്നും സമയം കിട്ടില്ലല്ലേ. നീയാണെങ്കി ലേറ്റായ സുന്ദരി മേഡം വഴക്ക് പറയുമെന്ന് ബഹളം വയ്ക്കുകയും ചെയ്യും. അതുകൊണ്ടല്ലേ രാത്രിയിൽ അയൺ ചെയ്യുന്നത്. പീക്ക് ടൈമിൽ അയൺ ചെയ്യരുതെന്നാ ഇലക്ട്രിസിറ്റി ബോർഡുകാര് പറയുന്നത്. അത് മറക്കണ്ട കേട്ടോ. ഉവ്വേ നാളെ മുതൽ അനുസരിച്ചോളാം പോരെ. നേരത്തെ ആണെങ്കിൽ ഞങ്ങളുടെ ഓഫീസിലെ ടോയ്ലറ്റിലൊക്കെ ബൾബ് ഫ്യൂസ് ആവുമ്പോഴാണ് അത് അണയുന്നത്. രാപ്പകലില്ലാതെ അത് കത്തിക്കിടക്കും. ഇപ്പൊ കേറുന്നവർക്കും ഇറങ്ങുന്നവർക്കും ലൈറ്റ് ഓഫ് ചെയ്യാൻ എന്ത് കൃത്യനിഷ്ഠയാണെന്നറിയോ? അനാവശ്യമായി ലൈറ്റ് കത്തിക്കിടക്കുന്ന കണ്ട മാഡം കൊന്ന് കൊല വിളിക്കും. നേരത്തെ നിന്റെ നാവിൻ തുമ്പില് എപ്പോഴും എന്റെ പേര് മാത്രമായിരുന്നു. ഇപ്പോ അവിടെ സുന്ദരി എന്ന് പറഞ്ഞൊരു പേര് സ്ഥാനം പിടിച്ചു. അതിനർത്ഥം പുതിയ കളക്ടർ നിന്നെ അത്രയ്ക്ക് സ്വാധീനിച്ചിരിക്കുന്നു എന്നാ. എന്താ അസൂയ തോന്നുന്നുണ്ടോ? അസൂയല്ല, ആരാധനയാ. എനിക്കും ആ കളക്ടർ ഒന്ന് കാണണം. സുന്ദരി IAS ഒന്ന് കണ്ടിട്ട് തന്നെ വേറെ കാര്യം. ബാക്കി ദാമസാനം അമ്മക്ക് ഇനി വേറെ എന്തെങ്കിലും വേണം? വേണ്ട, അത് മതി. ശരി. എത്രയായി? 120. കളക്ടർ സാറിന് സുഖമാണോ? സുഖായിരിക്കുന്നു. കളക്ടർ സാറിന് സുഖാണോന്ന് ചോദിച്ചത് എന്നോടാ. അല്ല, അത് എന്നോടാ ചോദിച്ചത് അല്ലേ? അത് ചോദിച്ചത് എന്നോടല്ലേ സുദേവ? ചോദിച്ചത് മാഡത്തോട് തന്നെയായിരുന്നു. പക്ഷെ ഉത്തരം പറഞ്ഞത് ഈ അമ്മേ. എന്റെ കൊച്ചുമോളാ ഇവിടുത്തെ കളക്ടർ. അതുകൊണ്ടാ ഞാൻ മറുപടി പറഞ്ഞത്. കളക്ടർ സുന്ദരിയുടെ അച്ഛമ്മയാണോ? അതെയല്ലോ, കളക്ടർ D സുന്ദരിയുടെ അച്ഛമ്മയാ ഞാൻ. എന്നെ പറഞ്ഞ അച്ഛമ്മ അറിയും. മഴമോളുടെ കൂടെ പഠിക്കുന്ന ആദിയില്ലേ, ആദിയുടെ അമ്മൂമ്മയാണ് ഞാൻ. ഇവിടുത്തെ മുൻ കളക്ടർ ശരത്ചന്ദ്രന്റെ അമ്മ. അതെ സുദേവ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഉത്തരം പറയാൻ കേട്ടോ. അപ്പൊ ചോദിച്ച എന്റെ ഭാഗത്തും തെറ്റൊന്നും ഇല്ലെന്ന് സാരം. വാ. ആദിക്ക് വീട്ടിൽ വന്ന മഴയെ കുറിച്ച് പറയാനേ നേരമുള്ളൂ. അവനൊരു കുഞ്ഞനുജത്തി വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയതിന്റെ വിഷമം ഉണ്ടായിരുന്നു എന്റെ കുഞ്ഞിന്. നഷ്ടപ്പെട്ടു പോവുകയോ? എങ്ങനെ? അവന്റെ അമ്മ മരിക്കുമ്പോ അവൾ പ്രഗ്നന്റ് ആയിരുന്നു. ഓ, ആദിയുടെ അമ്മ മരിച്ചു പോയതാണോ? ഒരു ആക്സിഡന്റിൽ. മഴമോളുടെ അച്ഛനും മരിച്ചു പോയതാ. സുന്ദരി പിന്നെ വിവാഹം കഴിച്ചില്ലേ? കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ അവള് സമ്മതിക്കണ്ടേ അതിന്? എങ്ങനെയെങ്കിലും ഒരു ജീവിതം അവക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമാ. പക്ഷെ പിടി തരുന്നില്ല സുന്ദരി. ശരത്തിന്റെ കാര്യം അങ്ങനെ തന്നെ. അവനെ വിവാഹം കഴിക്കുമെന്നും പറഞ്ഞ് നടക്കുന്നൊരു മുറപ്പെണ്ണുണ്ട് അവന്. എന്തിനും അവന്റെ സമ്മതം വേണമല്ലോ. ആദിക്കൊരു അമ്മയെ വേണ്ടേന്ന് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. അപ്പോഴൊക്കെ ആദിക്ക് അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഞാൻ മാത്രം മതിയെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുക. പിന്നെന്ത് ചെയ്യാനാ? എന്നാ പിന്നെ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഓട്ടോ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. ശരത്ചന്ദ്രന് ഭാര്യയില്ല, ഒരു മകനുണ്ട്. സുന്ദരിക്ക് ഭർത്താവില്ല, ഒരു മകളുണ്ട്. ഇതൊരു തരത്തിൽ നോക്കിയാ നല്ല ചേർച്ചയാണല്ലോ. ചേട്ടാ, ഒരു കിലോ നാടൻപഴം.
ചേച്ചി തങ്കശ്ശേരി പോകുന്ന വഴിയതാ. നേരെ പോയാ മതി. നേരെ പോയാ മതിയോ? അയ്യോ എന്റെ മാല. അയ്യോ എന്റെ മാല പൊട്ടിച്ചു. അയ്യോ വണ്ടി എടുത്തോ. വണ്ടി നിർത്താം. വണ്ടി നിർത്തണം. എടാ നിർത്താൻ. മോഷ്ടിക്കാൻ നടക്കണോടാ. പോടാ ഇങ്ങോട്ട്. പോടാ. വണ്ടി എടുക്ക. സാറേ എന്തായി സാറേ? ഭാഗ്യം കരുതിയാ മതി. മാല കിട്ടി. സാറേ ഒരുപാട് നന്ദിയുണ്ട് സാറേ. ഞാൻ കൂലിപ്പണി ചെയ്ത വരുമാനം കൊണ്ട് ഉണ്ടാക്കിയ മുതല. ഒരുപാട് നന്ദിയുണ്ട് സാറേ. ഏയ് വിഷമിക്കണ്ട. എന്തായാലും മാല കിട്ടിയല്ലോ. ചെല്ല്. ഓക്കെ. എന്താ? ഒന്നുമില്ല. അല്ല എന്തോ ഉണ്ട്. മാർക്കറ്റിൽ പോയിട്ട് വന്ന മുതൽ അച്ഛമ്മയുടെ മനസ്സിൽ എന്തോ കിടന്ന് തെക്കട്ടുന്ന പോലെ. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? നീ കൊള്ളാലോടി മാലിനി. മനഃശാസ്ത്രജ്ഞയാണോ? അപ്പൊ എന്തോ പറയാനുണ്ട്. സത്യം പറ, എന്താ അച്ഛമ്മ പറയാനുള്ള? അതെ, മഴമോളുടെ ക്ലാസ്സിലെ ആദിമോനില്ലേ? ആ ആദിമോന്റെ അമ്മൂമ്മയെ ഞാൻ മാർക്കറ്റിൽ വെച്ച് കണ്ടിരുന്നു. ഇത് പറയാനാണോ കോഴി മുട്ടയുടെ നടക്കുന്ന കണക്ക് ഇങ്ങനെ നടന്നത്? ആദിമോന്റെ അമ്മൂമ്മയെ കണ്ടതല്ല വിഷയം. വിഷയം കളക്ടറാ. കളക്ടറോ? സുന്ദരി ചേച്ചിയോ? ഈ ലോകത്ത് നിന്റെ സുന്ദരി ചേച്ചി മാത്രമല്ല കളക്ടർ. വേറെ കളക്ടർമാരുണ്ട്. ഞാനേ ശരത്ചന്ദ്ര സാറിന്റെ കാര്യമാ പറഞ്ഞത്. ഓ പുള്ളിക്കാരൻ. അയാൾക്കിപ്പോ എന്താ പറ്റിയ? ഇന്ന് അയാളുടെ അമ്മയായിട്ട് ഞാൻ സംസാരിച്ചു. ഒരു നല്ല സ്ത്രീ. അയാൾക്കാണെങ്കിൽ ഭാര്യയില്ല, ഒരു കുഞ്ഞുണ്ട്. ഇവിടെ സുന്ദരിക്ക് ഭർത്താവില്ല, ഒരു മോളുണ്ട്.